ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ആടുജീവിതം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം കൃത്യം 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ചിത്രത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ സിനിമയുടെ 8 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 8 ദിവസങ്ങളിലെ സിനിമയുടെ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ ലഭ്യമായ ദിവസമാണ് ഇന്നലെ വ്യാഴാഴ്ച എങ്കിൽ പോലും ഇതിനോടകം തന്നെ പുതിയൊരു റെക്കോർഡ് കൂടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ 8 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 7ാം ദിവസമായ ബുധനാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിൽ സിനിമ 3,32,00,000 ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തതെങ്കിൽ ഇന്നലെ വ്യാഴാഴ്ച 2,83,00,000 സിനിമ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. സിനിമയ്ക്ക് ഏറ്റവും കളക്ഷൻ കുറഞ്ഞ ദിവസം, അതോടൊപ്പം തന്നെ 3 കോടിയിൽ നിന്നും സിനിമയുടെ പ്രതിദിന കളക്ഷൻ താഴേക്ക് പോയ ദിവസം കൂടിയായിട്ട് ആടുജീവിതത്തിന് ഇന്നലെ 8ാം ദിവസം വ്യാഴാഴ്ച കേരളത്തിൽ മാറിയിരിക്കുകയാണ്. 8 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 38,15,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഒരു മലയാളം സിനിമയുടെ ആദ്യ ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു റെക്കോർഡ് കൂടി മലയാളം സിനിമയുടെ പേരിൽ കേരള ബോക്സ് ഓഫീസിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി വിദേശ രാജ്യ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ UAE കളക്ഷൻ മാത്രം $2 മില്യൺ മുകളിലേക്ക് എത്തപ്പെട്ട സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷൻ $5 മില്യൺ, അതായത് 40 കോടിയിലേക്ക് അടുക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. 50 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ ഈ വീക്കെൻഡിൽ തന്നെ ഓവർസീസ് കളക്ഷനായിട്ട് സിനിമ നേടിയെടുക്കുന്നതാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം 5 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ആടുജീവിതം 93 കോടിയിലേക്കാണ് കൃത്യം 8 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഇനി വെറും 7 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ സിനിമ മലയാളത്തിലെ അടുത്ത 100 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറും. ഇന്ന് രാത്രിയോടെയോ അതല്ലെങ്കിൽ നാളെ രാവിലത്തെ അതല്ലെങ്കിൽ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മാത്രം സിനിമ 100 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ, പൃഥ്വിരാജിന്റെ കരിയറിലെ ആദ്യ 100 കോടി സിനിമയായിട്ടും ഒപ്പം തന്നെ മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ടും ആടുജീവിതം മാറിയെന്ന വാർത്ത കേൾക്കുവാനായി.